എടാ നാറി, നീ എന്റെ നാട്ടുകാരനെങ്ങാണ്ടാണെന്ന് പറയുന്നു. എനിക്ക് നാണക്കേടാ, നീ എന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞോണ്ട് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. മനസ്സിലായോ? നീ എവിടെയാണെന്നോ പറഞ്ഞത്? ഇവിടെ എന്തോ നീ എഴുതി വെച്ചേക്കുന്നത്? നീ എന്റെ നാട്ടുകാരിയാണെന്ന് പറയാൻ ഞങ്ങൾക്കാഴി നാണക്കേട്. എടാ നാറി, എനിക്കാ നാണക്കേട്. നീ ഇങ്ങോട്ട് നിന്റെ പെണ്ണുമ്പിള്ളയുടെയാണോ കൊച്ചിന്റെയാണോ ആ ഫോട്ടോ ഇരിക്കുന്നത്? നീ നല്ലോണം നോക്ക്. അവളെ നോക്കി, ആ കൊച്ചിനെ നോക്കി അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക. മനസ്സിലായോ? നീ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ അന്വേഷിച്ചു കൊടുത്ത് ആ കൊച്ചിനെ നോക്കി അടങ്ങി ഒതുങ്ങി വീട്ടിലെങ്ങാനും ഇരിക്കുക. എനിക്ക് നാണക്കേടാ നിന്നെപ്പോലുള്ള കൂതറയൊക്കെ എന്നോട് വന്ന് മിണ്ടുന്നത്. ഞങ്ങൾക്കാടി നാണക്കേടുന്ന. നിനക്ക് നാണക്കേടല്ലേ? എനിക്കാണ് നാണക്കേട് തിരിച്ച്. ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ഒരു കഴിവും ഇല്ലാതെ എങ്ങനെ ഇരുന്ന് കാണാൻ കൊള്ളാത്ത ജാതിയല്ല ഇങ്ങോട്ട് കയറി എന്റെ വാട്സപ്പിനകത്തോട്ട് കയറി വന്നേക്കുന്നു വലിക്കാന്. ഒരു പെണ്ണുമ്പോഴുടെ ഫോട്ടോയും ഉണ്ട്, ഒരു കൊച്ചിന്റെ ഫോട്ടോയും ഉണ്ട്. നിനക്ക് നാണം ഉണ്ടോടാ? ആ പെണ്ണുമ്പിള്ളയും കളഞ്ഞ് കൊച്ചിനെയും കളഞ്ഞിട്ട് ഏതോ ഒരു പെണ്ണായി എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാന്. നിനക്ക് നാണോ മാനം ഉണ്ടോ നാറി? എന്റെ വീടിന്റെ അടുത്തുപോലും അല്ല നിന്റെ വീട്, എന്നിട്ട് ഊറ്റം കൊണ്ട് വന്ന് പറയുന്നു നാണോ മാനം ഇല്ലാത്ത ജാതികള്. നിന്നെയൊക്കെ എന്റെ ഞാൻ അറിയൂന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. അപമാനമാണെന്നാണ്. പോയി തൂങ്ങിച്ചാവും നീ. ഓ ചാവടാ, ഇത്തിരി വിഷമെങ്കിലും കടിച്ച് നീ ചാവ്. എനിക്ക് നാണക്കേടാ നിന്നെപ്പോലുള്ളതിനെയൊക്കെ എന്റെ കൂട്ടാണെന്ന് പറയാൻ തന്നെ. ഞങ്ങൾക്കൊന്ന് പോലും നിനക്കാണെന്ന് പറ. ഇപ്പൊ ഞാനത് യൂട്യൂബിനകത്തോട്ടിട്ട് കാണിക്കാൻ നിന്നെ. നാണക്കേടുള്ളവൻ കൊച്ചിനെയും പെണ്ണിനെയും നോക്കി അന്തസ്സായിട്ട് വീട്ടിലിരിക്കണം. അല്ലാതെ എന്നെ പോലൊരു പെണ്ണിനെ കാണുമ്പോഴത്തേന് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് വരികയല്ല ചെയ്യുന്നത്. മനസ്സിലായോ? ആ പെണ്ണുമ്പിള എങ്ങനെ ഇറങ്ങി അവർക്ക് നാണക്കേടാ നിന്നെയും കൊണ്ട്. നിന്റെ കുടുംബക്കാരിറങ്ങിയ നിന്നെയും കൊണ്ട് നാണക്കേടാ. മനസ്സിലായോ? നിന്റെ കൂട്ടുകാരിറങ്ങിയ നിന്നെയും കൊണ്ട് അവര് നിന്നെ കൂടെ കൂട്ടത്തത് പോലും ഇല്ല. കുടുംബത്തിനും വീട്ടുകാർക്കും ഒക്കെ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കാൻ നടക്കുന്ന എങ്ങാണ്ട് കിടന്ന നാറി. നീ നോക്കിക്കോ, ആർക്കാണ് ഇപ്പൊ നാണക്കേട് ഉണ്ടാവുന്നതെന്ന് നിനക്ക് ഇപ്പൊ കണ്ടറിയാം. നിന്റെ ഈ നമ്പർ പബ്ലിഷ് ചെയ്ത് ആ കൊച്ചിന്റെ പെൺപിള്ളേരുടെ ഫോട്ടോയും വെച്ചിട്ട് ഞാനിപ്പോ യൂട്യൂബിനകത്തോട്ട് ഇടാൻ പോവാ. നിന്റെ നമ്പർ എത്ര? 79 0 24 69 39 6. എത്ര? 79 02 46 93 96. ഞാൻ നോക്കിക്കോ. ഇപ്പൊ ആർക്കാണ് നാണക്കേട് സംഭവിക്കുന്നതെന്ന് നീ കണ്ടറിഞ്ഞോ? എനിക്ക് നാണക്കേടാ മയിരെ നിന്നെ പോലുള്ളതൊക്കെ എന്നോട് വന്ന് മിണ്ടാനെ. ഇച്ചിരി ബുദ്ധിയുണ്ടോ? അതില്ല. കാണാൻ കൊള്ളാവോ? അതില്ല. സമൂഹത്തിന് അറിയപ്പെടുമോ? അതുമില്ല. ഒരു നാണോ മാനോ ഇല്ലാതെ വലിഞ്ഞു കയറി വരുക. ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ? ഇത്തിരിയെങ്കിലും ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം നിന്റെയൊക്കെ ഉള്ളിലുണ്ടോന്ന് നോക്ക്. എവിടെയോ കിടക്കുന്നവർ ഇവിടെ ഞാൻ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല, ഒന്നുമില്ല. നാണക്കേട്. ഛീ, ആ വീട്ടുകാർക്ക് നാണക്കേടാ. നിന്റെ പെണ്ണുമ്പിള്ള ഇറങ്ങിയ പെണ്ണുമ്പിള്ള പോയി ആത്മഹത്യ ചെയ്യും. എന്നാലും വേണ്ടിയില്ല. നീ ഇനി എഴുതി വെച്ചത് ഇത്രയും ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഫോട്ടോയും ഈ പിന്നെ നമ്പരും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ട് ഞാൻ ഇടാൻ പോവാ.